വൺസ് അഗെയിൻ വെൽക്കം. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദ ആൽമനാക് ഓഫ് നാവൽ ഡെവിഗാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകത്തെക്കുറിച്ച്. ഇത് ജോർജ് ഫെർഗസൺ എഴുതിയ പുസ്തകമാണ്. നാവൽ ഡെവിഗാന്ത് ലോകം അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായ പണക്കാരനും റിച്ചായിട്ടുള്ളൊരാളുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ, പണത്തിൻ്റെ സീക്രട്ടുകളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ദ ആൽമനാക് ഓഫ് നാവൽ ഡെവിഗാൻ. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, പക്ഷേ US അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ഒരു കോടീശ്വര പ്രഭുവായി മാറി. ഊബർ പോലെയുള്ള ട്വിറ്റർ അതിലൊക്കെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പണത്തിൽ മാത്രമല്ല സന്തോഷത്തിലും സമൃദ്ധിയിലുമെല്ലാം അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളായി മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളുടെ രഹസ്യം എന്താണ് തുടങ്ങിയ വിഷയങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ദ ആൽമനാക് ഓഫ് നാവൽ ഡെവിഗാന്ത്. ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ കൂടിയാണ് അദ്ദേഹം. എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്, പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളും സൊസൈറ്റിയും ഒക്കെ പറയാറുണ്ട്, പണം എന്ന് പറയുന്നത് ഒരു ഈവിളാണ്. പണം ഉണ്ടാക്കുന്നത് കള്ളക്കടത്തിലൂടെയും അല്ലെങ്കിൽ സ്കാമിലൂടെയും കുറുക്ക് വഴികളിലൂടെയും എല്ലാമാണ് ആളുകൾ പണം ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി, ഒരു ഈവിൾ മെൻറ്റാലിറ്റി സമൂഹത്തിനുണ്ട്. പക്ഷേ അങ്ങനെയല്ല. തീർച്ചയായും നല്ല രീതിയിൽ ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ പണം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പണം മാത്രമല്ല, പണം മാത്രം പോരല്ലോ, സന്തോഷവും. ദ വേ ടു റിച്ച്നെസ് ആൻഡ് ഹാപ്പിനെസ്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ പണക്കാർ എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്, പണം മാത്രമല്ല പണത്തോടൊപ്പം സന്തോഷവും ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പണമുള്ളവർക്ക് സമാധാനമില്ല. ഒത്തിരി പണമുണ്ട്, പക്ഷെ പണത്തിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുമോ? ഇതെല്ലാം ഒരു ബാലിശമായ വിവരമില്ലായ്മയാണ് എന്ന് മാത്രമേ എനിക്കും പറയുവാൻ സാധിക്കുകയുള്ളൂ. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് പണക്കാർക്കും സമാധാനത്തോടും സന്തോഷത്തോടും സുഖത്തോടും കൂടി ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഈ ചില ചിന്തകൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പണം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആ വ്യക്തിയുടെ ടൈം, സമയത്തെ വിലയുള്ളതായി കാണേണ്ട ആവശ്യമാണ്. ഒരിക്കലും സമയം റെൻറ്റ് ചെയ്യാതെ, സമയം വാടകയ്ക്ക് കൊടുക്കാതെ, സമയത്തിൽ നിന്ന് പണം നേടാതെ സമയത്തിൽ നിന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണം പറയാൻ, നാം ജോലി ചെയ്യുകയാണെങ്കിൽ നാം പ്രത്യേക സമയം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആണെങ്കിൽ ആ സമയം നാം കൊടുക്കുന്നു, ആ സമയത്തിനാണ് നാം പണം വാങ്ങുന്നത്. എന്നാൽ ആ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ പണത്തേക്കാൾ അപ്പുറമായി വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? നാവൽ ഡെവിഗാന്ത് പറയുകയാണ്, പണക്കാരനായി മാറണമെങ്കിൽ, പണം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ സമാധാനവും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും സ്വന്തമായൊരു സ്ഥാപനം ആവശ്യമാണ്. എൻ്റെ പേരിൽ എനിക്ക് സ്വന്തമായൊരു ബിസിനസ് എൻറ്റിറ്റി, കോർപ്പറേഷൻ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും രണ്ട് തരത്തിലുള്ള റഷ് കാണാറുണ്ട്. ഒന്ന് സ്റ്റാറ്റസ് റഷ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഗെയിം, രണ്ട് മണി ഗെയിം. പണത്തിന് വേണ്ടി ഗെയിം ചെയ്യുന്ന ആളുകൾ, അതുപോലെ സ്റ്റാറ്റസിന് വേണ്ടി ഗെയിം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നാവൽ ഡെവിഗാന്ത് പറയുകയാണ്, ഒരിക്കലും സമൂഹത്തിൽ വലിയ ആളാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ആ ഒരു സ്റ്റാറ്റസ് ഗെയിമിൻ്റെ പാർട്ടാകാൻ ഇടയാകരുത്. പലപ്പോഴും എൻ്റെ കൂട്ടുകാരൻ വലിയ കാറ് മേടിച്ചെന്ന് എനിക്കും മേടിക്കാം, വലിയ വീട് പണിതു എനിക്കും ആ വീട് പണിയാം. ഇങ്ങനെ മറ്റുള്ളവൻ ചെയ്യുന്നത് കണ്ട് അവനേക്കാൾ നല്ലതാക്കാനുള്ള ഫൂളിഷായുള്ള ശ്രമങ്ങളെയാണ് സ്റ്റാറ്റസ് ഗെയിം എന്ന് പറയുന്നത്. എന്നാൽ മണി ഗെയിം എന്താണ്? പണം കൊണ്ട് പണം ഉണ്ടാക്കുവാൻ എങ്ങനെ സാധിക്കും? പണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ പണത്തെ ഉപയോഗിച്ച് എനിക്ക് വീണ്ടും ഇനിയും പണക്കാരനാകുവാൻ സാധിക്കുമോ? സീക്ക് വെൽത്ത്, പണത്തെ അന്വേഷിക്കുവാൻ സാധിക്കുന്ന ഒരു മെൻറ്റാലിറ്റി. പണത്തോട് ആർത്തി ഉണ്ടാകണമെന്നോ ഗ്രീഡ് ആകണമെന്നോ അല്ല പറയുന്നത്, പക്ഷേ സീക്ക് വെൽത്ത് എന്ന് പറയുന്ന മണി ഗെയിം മെൻറ്റാലിറ്റിയാണ് റിച്ച് ആകാനുള്ള ആളുകൾ ഉപയോഗിച്ച ഫോർമുല. ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായും ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് പുസ്തകം പറയുന്നുണ്ട്. കുറേ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല, ആ വർക്കിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ സാധിക്കണം. ഞാൻ ചെയ്യുന്ന മേഖല ഏതാണ്, ഒരു ഡൊമൈൻ ഉണ്ടാകും, ഒരു സ്പെസിഫിക് സ്കില്ലുണ്ടാകും. ആ സ്കില്ലിനെ ഉപയോഗിച്ച് എങ്ങനെ പണം ഉണ്ടാക്കുവാൻ സാധിക്കും? ആ ഒരു സ്പെസിഫിക് ഡൊമൈൻ സ്കില്ല് നമുക്കുണ്ടോ? ആ സ്കില്ലിലൂടെ നാം ഉറങ്ങുമ്പോൾ നമുക്ക് പണം ഉണ്ടാക്കുവാൻ സാധിക്കണം. ഏണിങ് മണി ഈവൻ ദോ യു ആർ സ്ലീപ്പിംഗ് വൈൽ യു സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഉറങ്ങുമ്പോഴും പണം ഉണ്ടാക്കുവാനായി നമ്മുടെ സ്കില്ലിനെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ടോ, സമയത്തെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ സമയം റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, സമയമാണ് നിങ്ങളുടെ പണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിച്ച് ആകുവാൻ സാധിക്കില്ല. നിങ്ങൾ ജോലിക്കാരനോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റോ ആയി നിൽക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായും പണം ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പണം കൊണ്ട് പണം ഉണ്ടാക്കുവാനുള്ള, പണത്തിൽ നിന്ന് പണം ഉണ്ടാക്കുവാനും ടൈമിൽ നിന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുന്നവരാണ് പണക്കാരാകുന്നത്. അപ്പോൾ നാം ഉറങ്ങുമ്പോൾ നമുക്ക് പണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നവർ ശക്തമായ ജഡ്ജ്മെൻറ്റ്സ്, ശരിയായ ജഡ്ജ്മെൻറ്റ്സും ശരിയായ ഡെസിഷൻസും എടുക്കുവാൻ കഴിയുന്നവരാണ്.
അപ്പോൾ ജഡ്ജ്മെൻറ്റ് സ്കില്ലും ഡിസിഷൻ മേക്കിങ്ങും സ്കില്ലും ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും പണത്തിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ളതാണ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നാം ആലോചിച്ച് നോക്കുക, ഒരു പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുവാനുള്ള സ്കില്ല് നമുക്കുണ്ടോ, ഒരു ശക്തമായ ജഡ്ജ്മെൻറ്റ് കറക്റ്റായി നമുക്ക് എടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായും നല്ലതായിരിക്കും. ഇനി പണം കൊണ്ട് പണം നേടുക എന്ന് പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരു 1000 രൂപ കിട്ടിയാൽ 1,00,000 രൂപ കിട്ടിയാൽ നാം എന്താണ് ചെയ്യുന്നത്? ഒരു പക്ഷേ ഇത് ബാങ്കിലിടും, അതുകൊണ്ട് എന്തെങ്കിലും മേടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പണം ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ റിച്ച് ആയിട്ട് ആളുകൾ പണം ഉപയോഗിച്ച് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. റിക്കറിങ് ആയ റവന്യൂ കിട്ടുന്ന, ഏണിങ് കിട്ടുന്ന, ഇനിയും പണം ലഭിക്കുന്ന അസറ്റ്സിലാണ് അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മണി ഗെയിമിൽ സ്റ്റാറ്റസ് ഗെയിമിനേക്കാൾ മണി ഗെയിം കണ്ടുകൊണ്ട് ഈ പണത്തെ എവിടെ സ്ട്രാറ്റജിക്കായി ഇൻവെസ്റ്റ് ചെയ്യണം, അത് എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ സാധിക്കും, 10 ഇരട്ടിയാക്കുവാൻ സാധിക്കും, ആ ഒരു ചിന്താഗതിയാണ് തീർച്ചയായും പണം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, പണവും ഹാപ്പിനെസ്സും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പണമുണ്ടെങ്കിൽ മാത്രമേ ഹാപ്പിനെസ്സും നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാനും സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പണം എന്തെങ്കിലും സന്തോഷമുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനുമെല്ലാം ഒരുപോലെ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും സന്തോഷവാന്മാരും സന്തോഷവതികളുമാകുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെൽത്ത് തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റീഡിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവറി ഡേ ലേൺ ചെയ്യുവാനായിട്ടുള്ള ഉള്ളവരായിരുന്നു ഈ റിച്ച് ആയിട്ടുള്ള ആളുകൾ. ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ സാധാരണ ആളുകൾ അവരുടെ പഠനം നിർത്തുകയാണ്. എന്നാൽ വെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞാലും അവർ പഠനം തുടരുകയും പിന്നീട് അവർ പഠനത്തിലേക്ക് മുന്നേറുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ നിർത്താതെ എപ്പോഴും ലേൺ ചെയ്യുവാനായിട്ട് സാധിക്കണം. ലേൺ ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യുവാനും അത് ട്വീറ്റ് ചെയ്യാനും സാധിക്കുന്നെങ്കിൽ വളരെയധികം ഗുണമായിരിക്കും. അത് തീർച്ചയായും ലേണിംഗ് കപ്പാസിറ്റി കൂടെ. അപ്പോൾ ഓർക്കുക, നിങ്ങൾ റിച്ച് ആവണമെങ്കിൽ, നിങ്ങൾക്ക് ഹൈ ലെവലിലേക്ക് പോകണമെങ്കിൽ ദിവസവും ലേൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു 5-6 കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നത് തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കുണ്ടാകേണ്ട സ്കില്ലുകൾ, സെയിൽസ് മാസ്റ്ററി, നിങ്ങളെ തന്നെ വിൽക്കുവാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുവാനുമുള്ള സെയിൽസ് മാസ്റ്ററി നിങ്ങൾ നേടുവാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യമാണ് മാത്തമാറ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉള്ള മാത്തമാറ്റിക്സ്, പെട്ടെന്ന് കണക്ക് കൂട്ടുവാൻ, ഫ്യൂച്ചറിലെ കണക്കുകൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള കഴിവ്. സെയിൽസ് സ്കില്ലും മാത്തമാറ്റിക്സ് സ്കില്ലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊപ്പം തന്നെ സ്കിൽ ഓഫ് പെർസുവേഷൻ, ഡീൽസ് ക്ലോസ് ചെയ്യാനുള്ള, നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പെർസുവേഷൻ സ്കിൽസ് നമുക്ക് നേടേണ്ട ആവശ്യമാണ്. ഒപ്പം തന്നെ പറയുന്ന കാര്യമാണ് ഹാബിറ്റ്സ്. റിച്ച് ആയ ആൾക്ക് ശക്തമായ നല്ല ഹാബിറ്റുകളുണ്ട്. ആ ഹാബിറ്റുകൾ നിങ്ങൾക്ക് ഏൺ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ കുറേ ബുക്കുകൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മില്യണിയർ ഹാബിറ്റ്സ്, $1 million ഹാബിറ്റ്സ്, റിച്ച് പേഴ്സൺസ് ഹാബിറ്റ്സ് എല്ലാം. ഇതിനകത്ത് ഈ ഹാബിറ്റുകൾ നമുക്കുണ്ടോ എന്നുള്ളത് തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വേറെ കാര്യമാണ് അറ്റൻഷൻ ഗെയിൻ ചെയ്യുക. നമ്മെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ സ്കില്ല് കൊണ്ട്, നമ്മുടെ ബ്രാൻഡിങ് കേപ്പബിലിറ്റി കൊണ്ട്, നമ്മുടെ ഡൊമൈൻ സ്കില്ല് കൊണ്ട് നമ്മെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇനി പുസ്തകത്തിൽ വളരെ നന്നായി എനിക്ക് തോന്നിയൊരു കാര്യം, മേക്കിംഗ് ഹാർഡ് ചോയ്സസ്. പലപ്പോഴും നാം ചെയ്യുന്ന പല കാര്യങ്ങളും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ്, പെട്ടെന്ന് സംതൃപ്തി കിട്ടുന്ന, പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയാണ്. പക്ഷേ ലോങ് ടൈം ഗെയിന് വേണ്ടി എന്ത് ഹാർഡ് ചോയ്സാണ് നമ്മൾ എടുക്കുന്നത്? മേ ബി രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, മധുരമുള്ള പലഹാരങ്ങൾ, ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെ പല ഹാർഡ് ചോയ്സ് ദിവസവും ലേൺ ചെയ്യുക. അത് ഹാർഡായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ലോങ് ടൈമിൽ സക്സസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സമയം നാം എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഷോർട്ട് ടൈം ഗെയിൻസിന് വേണ്ടി നാം കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹാർഡ് ചോയ്സ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വളരുവാനായി സാധിക്കുമെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. അപ്പോൾ ലേണിങ്ങും ഏണിങ്ങും ഒരേപോലെ നാം നേടേണ്ട ആവശ്യമാണ്. എപ്പോഴും ലേൺ ചെയ്യുക, ഒപ്പം തന്നെ എപ്പോഴും ഏൺ ചെയ്യേണ്ടതും ആവശ്യമാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത്, നാം വിചാരിക്കും അഡൾട്ട്സ് പറയുന്നതെല്ലാം മുതിർന്നവർ പറയുന്നത് കേൾക്കണമെന്നുള്ളത്, പേരൻസ് പറയുന്നത്, അധ്യാപകർ പറയുന്നത്, മുതിർന്നവർ പറയുന്നതെല്ലാം. പക്ഷേ ഈ പുസ്തകത്തിൽ തന്നെ വിരുദ്ധമായ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കോൺസ്റ്റൻറ്റ് അപ്രൂവൽ സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഡ്വൈസ് സ്വീകരിക്കുന്ന ആൾ നിങ്ങളെക്കാൾ വലിയ സക്സസ്ഫുൾ ആയ ആളുകളായിരിക്കും എന്നുള്ള നിർബന്ധമായി നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തീർച്ചയായും നിങ്ങൾ കാര്യം ശരിയാണെന്ന് തോന്നിയാൽ തീർച്ചയായും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ വെൽത്ത്? അതിന് അദ്ദേഹം പറയുന്നത് ഫ്രീഡം എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമുണ്ടോ? സ്വന്തമായ തീരുമാനമെടുക്കുവാൻ, സാമ്പത്തികമായ സ്വാതന്ത്ര്യം, എനിക്ക് എവിടെ പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം, എന്തിനു പോകണം തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? അതിന് തീർച്ചയായും പണം ആവശ്യമാണ്. അപ്പോൾ ഈ പണം ഉണ്ടാക്കുന്നതിലൂടെ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വന്നു ചേരുമെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള എസൻസ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം.
അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്ലഷറിനും പെയിനും ഇടയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പെയിനിനെ നമുക്ക് എംബ്രേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഹാർഡ് ചോയ്സിലൂടെ പെയിൻ ഏറ്റെടുത്തുകൊണ്ട് പ്ലഷറിലേക്ക് പോകാൻ സാധിക്കുന്നു. അഥവാ നാം പ്ലഷറിന് വേണ്ടി നമ്മുടെ ഷോർട്ട് ടൈം ഗെയിൻസിന് വേണ്ടി നാം ജീവിക്കുകയാണ്. അപ്പോൾ ഈ പ്ലഷറും പെയിനും മനസ്സിലാക്കി നമ്മുടെ മനസ്സ് മങ്കി മൈൻഡ് ആണെന്ന് മനസ്സിലാക്കുക. എപ്പോഴും ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണ് നമ്മുടേത്. അതുകൊണ്ട് ആ മനസ്സിൻ്റെ ട്രാപ്പിൽ വീണു പോകാതെ ലോങ് ടൈം സക്സസ്സിന് വേണ്ടി ഹാർഡ് ചോയ്സസ് എടുത്തുകൊണ്ട് ഫ്രീഡം നേടുവാനായി, പ്ലഷറും പെയിനും ബാലൻസ് ചെയ്യുവാനായി, പെയിനെ ഏറ്റെടുത്തുകൊണ്ട് പ്ലഷറിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒപ്പം തന്നെ ലോങ് ടൈം പ്ലഷർ നേടുവാനായി ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും വിജയം സുനിശ്ചിതമാണ്. ഈ പുസ്തകം സഹായിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.